ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഒക്ടോബർ 14 ശേഷം മൈക്രോസോഫ്റ്റിൽ നിന്നും വിൻഡോസ് 10 സെക്യൂരിറ്റി അപ്ഡേറ്റ്സോ നോൺ സെക്യൂരിറ്റി അപ്ഡേറ്റ്സോ സപ്പോർട്ടോ കിട്ടുകയില്ല. വിൻഡോസ് 10 യൂസേഴ്സിന് അവരുടെ സിസ്റ്റംസ് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാൻ ഇനി വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യണം. വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മിനിമം ഒരു ഹാർഡ്വെയർ റിക്വയർമെന്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് പ്രൊസസ്സറാണ്. 1 GB ഓർ എബോവ് സ്പീഡുള്ള പ്രൊസസ്സർ ആയിരിക്കണം. ഈ പ്രൊസസ്സറിൽ 2 or more കോഡ്സ് ഉണ്ടായിരിക്കണം. 64 ബിറ്റ് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇന്റൽ പ്രൊസസ്സർ ആണെങ്കിൽ മിനിമം 8th ജനറേഷൻ ഓൺവേർഡ്സും, AMD ആണെങ്കിൽ 2013 ശേഷമുള്ള പ്രൊസസ്സറും ആയിരിക്കണം. അടുത്തൊരു റിക്വയർമെന്റ് ആണ് മിനിമം 4 GB റാമും 64 GB സ്റ്റോറേജും. ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മോഡ്യൂൾ അഥവാ TPM വേർഷൻ 2 ഒരു റിക്വയർമെന്റ് ആണ്. DirectX 12 കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഗ്രാഫിക്സും ആവശ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 സ്മൂത്ത് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ഇപ്പൊ നിലവിൽ പോസിബിൾ ആവുള്ളൂ. ഇതൊന്നും ഇല്ലാത്ത യൂസേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ മിനിമം ഹാർഡ്വെയർ റിക്വയർമെന്റ് ഇല്ലാതെ വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം എന്നതാണ്. ദയവായി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാവൂ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് എക്സ്പിക്ക് ശേഷം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് വിൻഡോസ് 7 വിൻഡോസ് 7 മിനിമം നമ്മൾ ഒരു i3യും 4 GB റാമും ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുമായിരുന്നു. അതിനുശേഷം വിൻഡോസ് 10 11 വന്നപ്പോൾ നമ്മൾ i7 പ്രോസസ്സറിൽ 16 GB റാമും SSD ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു സ്ലോനെസ് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് മൈക്രോസോഫ്റ്റ് അവരൊരു ഹാർഡ്വെയർ അപ്ഗ്രേഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 ഒരു പഴയ ഹാർഡ്വെയർ വെച്ച് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ് സ്ലോനെസ്. അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നാണ് ഇന്റർനെറ്റ് കണക്ഷൻ, മറ്റൊന്ന് ഇതിന്റെ ഇൻസ്റ്റലേഷൻ മീഡിയം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഇൻസ്റ്റലേഷൻ മീഡിയം ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അതിൽ വിൻഡോസ് 11 ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ ഒരു സൈറ്റ് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അത് ഓപ്പൺ ചെയ്യും. ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം 2 ഓപ്ഷൻ കാണാം. ഒന്ന് വിൻഡോസ് അസിസ്റ്റന്റ്, മറ്റൊന്നാണ് മീഡിയ ക്രിയേഷൻ. ഇതിന് രണ്ടും താഴെയായിട്ട് ഡൗൺലോഡ് വിൻഡോസ് 11 ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ നിന്നാണ് നിങ്ങൾ വിൻഡോസിന്റെ ഈ ISO ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് വിൻഡോസ് 11 24H2 എന്ന വേർഷനാണ്. ഈ വേർഷനിൽ ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മൈക്രോസോഫ്റ്റിന്റെ കാര്യമായതുകൊണ്ട് ഇനി പുതിയതായിട്ട് വരുന്ന വിൻഡോസിന്റെ പ്രീ ബിൽഡിൽ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പഴയ വെർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഈ മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ മീഡിയം ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് അത്യാവശ്യം നല്ലൊരു ഇന്റർനെറ്റ് ആണെങ്കിൽ ഒരു 20 to 30 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവും. വൺസ് നിങ്ങൾ ഈ വിൻഡോസിന്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആ ഡൗൺലോഡ് ലൊക്കേഷനിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് മൗണ്ട് ചെയ്യുക. മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫയല് വിൻഡോസിന്റെ ഒരു പുതിയ ഡ്രൈവ് ആയിട്ട് ദിസ് PCയിൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടുത്തെ കേസിൽ ഇത് ഈ ഡ്രൈവ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കമാൻഡ് പ്രോംപ്റ്റ് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ മോഡിൽ ഓപ്പൺ ചെയ്ത് ഈ ഡ്രൈവ് സെലക്ട് ചെയ്യുക. ഈ ഡ്രൈവ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഫുൾ കോളം എൻ്റർ അടിച്ചാൽ മതി. അതിനുശേഷം dir എന്ന കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രൈവിനകത്തുള്ള ഡയറക്ടറി ഫയലുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫയലുകൾ നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ടും കാണാവുന്നതാണ്. അതിനുവേണ്ടി ദിസ് PCയിൽ പോവുക, ഈ ഡ്രൈവ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ഡയറക്ടറീസ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോയിൽ ഡയറക്റ്റ് ആയിട്ട് കാണാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡയറക്ടറിയിൽ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ആ സോഴ്സ് ഫോൾഡറിലോട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി CD സ്പേസ് സോഴ്സ് എന്ന കമാൻഡ് പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് ഈ സോഴ്സ് ഫോൾഡറിലുള്ള ഒരു സെറ്റപ്പ് ഫയൽ റൺ ചെയ്യുക എന്നതാണ്. സെറ്റപ്പ് rep.exe സ്പേസ് /product സ്പേസ് സെർവർ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുന്നത് കൂടി വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 നിങ്ങളുടെ ഡയറക്റ്റ് മൈഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആവും. അതിന്റെ സ്റ്റാർട്ടപ്പ് വിൻഡോ ആണ് ഇനി വരുന്നത്. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ നെറ്റ് ഡിസ്കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കും. അഥവാ നിങ്ങൾ നെറ്റ് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രോസസ്സിനിടയിലെല്ലാം തന്നെ ഈ മൈഗ്രേഷൻ വിസാർഡ് അപ്ഡേറ്റിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യില്ല. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ മൈഗ്രേഷൻ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ 3 ഓപ്ഷനാണ് വരുന്നത്. കീപ് ഫയൽ ആൻഡ് ആപ്ലിക്കേഷൻ, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ആസ് ഇറ്റ് ഈസ് വിൻഡോസ് 10 നിന്ന് വിൻഡോസ് 11 മൈഗ്രേറ്റ് ചെയ്ത്. രണ്ടാമത്തെ ഓപ്ഷനാണ് കീപ് പേഴ്സണൽ ഫയൽസ് ഓൺലി. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അൺഇൻസ്റ്റാൾ ആയി പോകും, പക്ഷെ നിങ്ങളുടെ ഫയലുകളെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. മൂന്നാമത്തെ ഓപ്ഷനാണ് നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് ആയാലും ആപ്ലിക്കേഷൻ ആയാലും എല്ലാം റിമൂവ് ആയി പോകും. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾ ഇവിടെ സെലക്ട്. പിന്നെ വരുന്ന സ്ക്രീനാണ് അപ്ഡേറ്റ് ചെക്ക് ചെയ്ത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് കണക്ട് ആയതുകൊണ്ട് ഈ അപ്ഡേറ്റ് പ്രോസസ്സ് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ നെറ്റ് ഇല്ലാണ്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. റെഡി ടു ഇൻസ്റ്റാൾ സ്ക്രീനിൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ സ്ക്രീൻ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാളിംഗ് വിൻഡോസ് സെർവർ എന്നത്. ഇത് വിൻഡോസ് 11 മൈഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്ന സ്ക്രീനാണ്. ഇനി മുതൽ ഇതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്. അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷന്റെ പെർസെന്റേജ് സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രോസസ് മിനിമം ഒരു 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ എടുക്കാം. ഈ ഒരു മൈഗ്രേഷൻ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റയും ഹാർഡ്വെയറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മൈഗ്രേഷൻ ടൈമിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരിക്കലും ഓഫ് ആകാൻ പാടില്ല. ഓഫ് ആയെങ്ങാനും പോയാൽ നിങ്ങളുടെ മൈഗ്രേഷൻ ചക്കാവുകയും പിന്നീട് ഇത് ബൂട്ട് ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു പ്രോപ്പർ പവർ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. 2-3 റീസ്റ്റാർട്ട്സിന് ശേഷം ഈ മൈഗ്രേഷൻ 100% കംപ്ലീറ്റ് ആയി വിൻഡോസ് 11 ആയിട്ട് ബൂട്ടായി വരും. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ PC വിൻഡോസ് 10 നിന്ന് വിൻഡോസ് 11 അപ്ഗ്രേഡ് ആയി വരുമ്പോൾ ചിലപ്പോൾ ചില ഡ്രൈവർ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. അതായത് മാനുഫാക്ചർ സൈറ്റിൽ പോയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്ത് സോൾവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വിൻഡോസ് 10 നിന്ന് വിൻഡോസ് 11 മിനിമം ഹാർഡ്വെയർ റിക്വയർമെന്റ് ബൈപ്പാസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്